വെറും ഒറ്റ യൂസിൽ നമ്മുടെ ആ ഒരു ഹെയർ വാഷ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണ് കേട്ടോ. നല്ലതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഒരു പ്രത്യേക ഒരു മാറ്റമായിരിക്കും. അത് നിങ്ങൾക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന പ്രായം എന്നൊന്നുമില്ല, കുട്ടികൾ മുതൽ മുതിർന്നവർ പ്രായമുള്ളവർക്ക് വരെ ഉപയോഗിക്കാവുന്നതാണ്. മുടി നമ്മൾ എപ്പോഴും ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലാണ് കേട്ടോ മുടി വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇത്രയും സിമ്പിളാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. കുറച്ച് നല്ല തിക്കായിട്ട് എടുക്കുക, അങ്ങനെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ എടുക്കുക. പ്രത്യേകിച്ചും മുടി കുറവുള്ളവർക്ക് കുറച്ച് തിക്കായിട്ട് എടുക്കാം കേട്ടോ. അപ്പം എനിക്ക് മുടി എല്ലാ ഭാഗത്തും ചെയ്യണമെങ്കിൽ കുറച്ച് ലൂസായിട്ട് ചെയ്തെടുക്കണേ. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്തെടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പം ഞാനിതാ ഇതുപോലെ നമ്മുടെ അലോവേരേൻ്റെ ഇലയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം അലോവേര നടുന്നതും അതിന് തൈകൾ ഉണ്ടാവാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എളുപ്പമാണ് ചെയ്ത് കൊടുക്കാൻ. അപ്പം ഇതിൻ്റെ ഇലേൻ്റെ ഗുണമൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ്. അമിതമായിട്ട് മുടി കൊഴിച്ചിലുണ്ടെങ്കിലും അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ടിയും നീളമൊക്കെ കിട്ടാനൊക്കെ ആണെങ്കിലും നമ്മുടെ അലോവേര ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പം ഞാനിതാ കുറച്ച് നമ്മുടെ ചെമ്പരത്തിപ്പൂവും എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് താളിയായിട്ട് ഉപയോഗിക്കാമെങ്കിൽ നമ്മളൊരു സമയം കിട്ടുന്ന സമയത്തെങ്കിലും നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ. ഒരു മാസത്തിൽ ഒരു 10 തവണ മാത്രം ചെയ്താൽ മതി. ഇടവിട്ട് 2 ദിവസം ഇടവിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം ഇടവിട്ടോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിൽ ചെയ്തു കൊടുത്താൽ മതി. കാരണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പക്ഷെ അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. മുടി നല്ല തിക്കായിട്ട് നിൽക്കും. എപ്പോഴും നല്ലൊരു പ്രത്യേക ഭംഗിയായിരിക്കും മുടിക്ക്. അതുപോലെ തന്നെ ഒറ്റ തവണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കറുത്ത മുടി അതുപോലെ നരച്ച മുടിയൊക്കെ മാറി കിട്ടാനൊന്നും പോകുന്നില്ല. കാരണം ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ഒരു വെളുത്ത മുടിക്ക് ചെറുതായിട്ടൊരു കറുത്ത കളർ വരാൻ തുടങ്ങും കേട്ടോ. അതൊരു നല്ലൊരു റിസൾട്ടാണ്. കുട്ടികൾക്ക് വരെ നമ്മുടെ ചെമ്പരത്തി എണ്ണ നമ്മൾ തേച്ച് കൊടുക്കാറുണ്ടല്ലേ. അപ്പം ഞാൻ അലോവേര ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. കാരണം അതിൻ്റെ കറ പോകണം കേട്ടോ. ഒരു മഞ്ഞക്കറ ഉണ്ട്. അപ്പം അത് ഞാനിതാ പോയി ഒരു ഇച്ചിരി നേരം ഇട്ട് വെച്ചിട്ട് നമ്മളിതുപോലെ ആ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്ത് നമ്മുടെ ചെമ്പരത്തിപ്പൂവും അലോവേരയും ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പം മിക്സിയിൽ അരച്ചെടുക്കാം. മിക്സിയിലേക്കൊക്കെ ഇട്ട സമയത്തായിരുന്നു കറണ്ട് ഇല്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. അപ്പം ഞാനിത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ ഇതുപോലെ കൈ കൊണ്ട് തന്നെ ചെയ്തു കേട്ടോ. കാരണം നിങ്ങൾക്ക് അങ്ങനെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക. എന്നാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. കുറച്ചും കൂടി നല്ല തിക്കായിട്ട് കിട്ടും. അപ്പം ഞാൻ കൈ കൊണ്ട് ഇതുപോലെ ചെയ്തുകൊണ്ട് എനിക്ക് അത്ര കണ്ട് വിചാരിച്ച പോലെ നല്ല തിക്കായിട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും കുറച്ച് ലൂസായിട്ടാണെങ്കിലും എനിക്ക് ഉപയോഗിക്കാൻ എളുപ്പമായിരുന്നു കേട്ടോ. നല്ലോണം തലയിലൊക്കെ തേച്ച് കൊടുക്കാൻ. അപ്പം അങ്ങനെ ഇച്ചിരി ലൂസായിട്ട് എടുക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 4 ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുക്കാൻ പറ്റും. അപ്പം എനിക്കൊക്കെ അങ്ങനെ എന്നിട്ട് മുടി ഫുള്ളായിട്ട് ഞാൻ ആ ഒരു വെള്ളത്തിലേക്കൊക്കെ മുക്കി ഒന്ന് വൃത്തിയാക്കിയാണ് കേട്ടോ എടുത്തത്. അപ്പം എന്തായാലും നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിലും പ്രശ്നമില്ല കേട്ടോ. കാരണം അതിൻ്റെ ആ മട്ടൊന്ന് മാറ്റി കളഞ്ഞാൽ മതി. അതൊരു തുണി വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുക. നിങ്ങൾ മിക്സിയിൽ അരച്ചിട്ടുണ്ടെങ്കിലും അതൊരു തുണി വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ജെല്ല് മാത്രം എടുത്താൽ മതി കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് മുടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ച് വേസ്റ്റും കാര്യങ്ങളൊന്നും നിൽക്കില്ല. കഴുകി കളയാനും എളുപ്പമായിരിക്കും. അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചൊന്ന് നന്നായിട്ട് ഈ ഒരു വെള്ളമായിട്ട് ചേർത്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു അലോവേരയ്ക്കാണെങ്കിലും നമ്മുടെ ഈ ഒരു ചെമ്പരത്തിപ്പൂവിനെ അറിയാലോ, ഒരു നന്നായിട്ട് ഇങ്ങനെ തിക്കായിട്ട് നിൽക്കൂല്ലേ, ഒരു വൈവൈപ്പ് കൂടുതലായിരിക്കും. അപ്പം അത് നമ്മുടെ മുടിക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ. മുടി ഫാസ്റ്റിൽ വളർത്തിയെടുക്കാൻ വളരെയധികം സഹായിക്കും. അപ്പം ഞാനിതാ ഇതേപോലെ ഈ ഒരു തുണിയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് അരിച്ചെടുക്കാം. നല്ലോണം ഒന്ന് അരിച്ച് ശരിക്കും അതിൻ്റെ ആ ഒരു ജെല്ല് മാത്രം എടുക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് 2-3 ദിവസം നിങ്ങൾ അടുപ്പിച്ചുണ്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു വെള്ളം കണ്ടാൽ തന്നെ അറിയാം നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞാൽ നാച്ചുറലാണ്. നമുക്ക് യാതൊരു കെമിക്കലും ഇതിലില്ല. ഉപയോഗിക്കാനും വളരെ സിമ്പിളാണ് അല്ലേ. അപ്പം ഞാൻ നന്നായിട്ട് ആ ഒരു മട്ട് തീർത്ത് ശരിക്കും ഒന്ന് തുണി വെച്ച് അരിച്ചെടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. ഒട്ടും വേസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു ജെല്ല് മാത്രമാണ് മുടിയിൽ എല്ലാ ഭാഗത്തും തലയിൽ നന്നായിട്ടൊന്ന് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. സിമ്പിളായിട്ട് എന്നിട്ട് ഒന്ന് നമ്മളെല്ലാ മുടിയിൽ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തിട്ട് മുടി ഫ്രണ്ടിലേക്കൊക്കെ ഇട്ടൊന്ന് ചെറുതായിട്ട് മസാജ് ചെയ്യുക. ഇച്ചിരി നേരം മുടി ഐസ് ഇങ്ങനെ ഇടുകയാണെങ്കിലും അത് പെട്ടെന്ന് ഉണങ്ങി വരും. എന്നിട്ട് സമയം കിട്ടുമ്പോൾ കഴുകി കളഞ്ഞാലും മതി കേട്ടോ. അപ്പോൾ കുറച്ച് തിക്കായിട്ട് എടുക്കുമ്പോൾ മുടിയിൽ ഇങ്ങനെ
കാണും, നന്നായിട്ട് പിടിച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടോ, ഞാൻ തേച്ച് കൊടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതുപോലെ ഇത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രയാസമായിരിക്കും സ്പ്രേ ചെയ്യാൻ. അപ്പം അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു അല്ലേ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാനിത് ഒരു വൈകുന്നേരം ഒരു 4 മണി സമയത്തൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ ചെയ്ത് വൈകുന്നേരം കുളിക്കുക ആ ഒരു സമയം ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്ത് ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇത് കഴുകി കളയുന്നത്. എല്ലാ ഭാഗത്തും മുടീൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ട് സിമ്പിളായിട്ടുള്ള മസാജ് ചെയ്യുമ്പോഴാണ് കേട്ടോ അതിന് കുറച്ചും കൂടി ഒരു റിസൾട്ട് കിട്ടുന്നത്. അത് രാവിലെ ഞാൻ പറഞ്ഞു മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് നമ്മൾ കട്ടിലിൻ്റെ അടിവശത്തേക്ക് ഇട്ടിട്ട് മസാജ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ആ ഒരു പെട്ടെന്ന് ആ ഒരു മാറ്റം അറിയാനും പറ്റും. അത് നമ്മുടെ മുടിക്ക് കുറച്ചും കൂടി വണ്ണം കിട്ടാനും മുടി നല്ലതുപോലെ വളർത്തിയെടുക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഉള്ള ഒരു റിസൾട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ മുടി ഒന്ന് ചീവി എടുക്കുന്ന സമയത്ത് കണ്ടോ ഒരു നല്ലൊരു മാറ്റമാണ് കേട്ടോ. നല്ലൊരു പ്രത്യേക മുടി നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.